അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുങ്ങി എങ്ങോട്ടായിരിക്കും അല്ലേ, വേറെ എങ്ങോട്ടല്ല മക്കളെ, 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കറക്കമൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്കാണ്. ടുട്ടൂസിന് വയ്യ, ജലദോഷം കഫക്കെട്ടൊക്കെയാണ്, ഉള്ള മരുന്നൊന്നും കൊടുത്തിട്ട് കുറഞ്ഞില്ല. എന്നാൽ പിന്നെ ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ സാറ് നേരത്തെ ഇറങ്ങി താക്കോലെടുത്തുകൊണ്ട് കാണാതെ പോയി എന്ന് പറയുമ്പോൾ ഒളിപ്പിച്ച് വെക്കാൻ പോയി. പക്ഷേ ചീറ്റിപ്പോയി, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ നല്ലൊരു പീഡിയാട്രീഷ്യൻ പ്രൈവറ്റിലുള്ള, അപ്പോൾ ഞാൻ അവിടെയാണ് കാണിക്കാറ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും കുട്ടൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉറങ്ങിയേക്കുമായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റു. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 7 കിട്ടിയിരുന്നത്. പിന്നെ പേഷ്യൻസൊക്കെ കുറവുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ പനിയും ജലദോഷമൊക്കെ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഉച്ച കഴിഞ്ഞ് പേഷ്യൻസ് കുറവാണെന്ന് അറിയത്തില്ല, നമ്മൾ ഉച്ച കഴിഞ്ഞാൽ പോയത് കേട്ടോ. അപ്പോൾ അതേ സാറ് എഴുന്നേറ്റ് മുടിയെല്ലാം പടർന്നു പോയായിരുന്നു. അപ്പോൾ പപ്പായി എല്ലാം സെറ്റായി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങിയാൽ വെച്ചാൽ കഫക്കെട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ആവി പിടിക്കണം, പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് മെഡിസിൻസൊക്കെ ഡോക്ടർ എഴുതി തന്നു. നമ്മൾ ചെന്നൊരു 5 മിനിറ്റ് പോലും ഇരുന്നില്ല, അപ്പോൾ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റി കേട്ടോ. കാരണം പേഷ്യൻസ് കുറവായിരുന്നു തോന്നുന്നു, ഉച്ച കഴിഞ്ഞ് നമ്മൾ പോയതും കൂടെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങാൻ പറ്റി. കിട്ടിയോ മരുന്ന്? താത്തി പിടിക്ക് ചിത്തു കൈ കൊച്ചിൻ്റെ. ഓ ഓ എന്നെ മെന്നെ എന്നപ്പേ അത് വേണോ കുഞ്ഞിന്? അത് ഉണ്ടാകുന്നെല്ലാം പൊടിച്ചോളഞ്ഞില്ലേ? ോട്ടോ അപ്പം നമ്മൾ മരുന്നെല്ലാം വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു കേട്ടോ. അപ്പം തിരിച്ചു പോകുന്ന വഴിക്കോർത്ത് എന്നാൽ പിന്നെ മീനൊക്കെ വാങ്ങിച്ചേച്ച് പോകാമെന്ന് വിചാരിച്ച് മീൻകടയിൽ ചെന്നു. മീൻകടയിൽ ചെല്ലുമ്പോൾ ആ കൺഫ്യൂഷനാണ് കേട്ടോ, ഏതെല്ലാം സൈസ് മീനുകളാണ്, ഏതാ വാങ്ങിക്കേണ്ടതൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മളങ്ങനെ ഞണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ അവിടെ ഈ എന്താ പറയുക, ഈ ഇങ്ങനെയൊന്നുമല്ല മീൻ വിൽക്കുന്നത് കേട്ടോ. കുറേ ചേച്ചിമാർ കുറേ മീനും കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. അവരത് എൻ്റെ തന്നപ്പോൾ തൊട്ട് സാറിനത് പിടിക്കണം എന്നുണ്ട്. സാർ കുറേ നേരം കവറിൽ പിടിക്കുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല, കാരണം കുഞ്ഞിൻ്റെ കയ്യിൽ അഴുക്കാവുമല്ലോ എന്നോർത്ത്. അപ്പം നമ്മൾ അവിടുന്ന് മീനൊക്കെ വാങ്ങിച്ചു വന്ന് ഞണ്ട വാങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. കറി വെക്കാൻ പോലും വരത്തില്ല. വീട്ടിൽ പോയിട്ട് വല്ല യൂട്യൂബ് ചാനലൊക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കൊരു മാതാവുണ്ട് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നല്ല, ഞാൻ എപ്പം അതിലേ പോയാലും ഇല്ലെങ്കിൽ ചിലപ്പം വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും എനിക്കൊന്ന് മാതാവിൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നി ഞാൻ പോകാറുണ്ട്. അപ്പോൾ പോയി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് വരും. അപ്പം വലിയ വലിയ ആഗ്രഹങ്ങളല്ല, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല എൻ്റെ വിശ്വാസം നല്ല ശക്തിയുള്ള മാതാവാണെന്നാണ്. അപ്പം ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോരാറുള്ളൂ. അപ്പം ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ചെറുതായിട്ട് മാതാവിനെ ഒന്ന് ബുദ്ധിമുട്ടിച്ചു. അപ്പം വലിയ വലിയ ആഗ്രഹമൊന്നുമല്ല, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെയാണ്. വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി എല്ലാം സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചതൊന്നും തരാതിരുന്നിട്ടില്ല മാതാവ്.
ഹായ് വെക്കാവേ ടോട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ വഴിക്കുള്ളൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.